നാളെ നടക്കാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് ഒയുടെ പരീക്ഷയുമായി ബന്ധപ്പെടുത്തി കഴിഞ്ഞ LDCക്ക് ചോദിച്ചിട്ടുള്ള ഇംഗ്ലീഷ് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഈ ചോദ്യം വരുന്ന സമയത്ത് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക, എന്നോടൊപ്പം ഒന്ന് വർക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ അവസാനം എത്ര മാർക്ക് കിട്ടിയെന്നും കൂടെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ LDCക്ക് ചോദിച്ച 70 ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കുന്നത്. ഓക്കെ, അതിൽ ആദ്യത്തെ ചോദ്യമാണ് ദ ടൂറിസ്റ്റ് ഗൈഡ് അലോങ് വിത്ത് ദ ടൂറിസ്റ്റ് ഡാഷ് അറൈവ്ഡ്. ദ ടൂറിസ്റ്റ് ഗൈഡ് അലോങ് വിത്ത് ദ ടൂറിസ്റ്റ് ഡാഷ് അറൈവ്ഡ്. അപ്പോൾ തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഹാസ് ഉണ്ട്, അതുപോലെ ഹാവ് ഉണ്ട്, ആർ ഉണ്ട്, വിൽ ബി ഉണ്ട്. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? ഹാസ് ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഉത്തരമായിട്ട് വരുന്നത് ഹാസ്, എ ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. കാരണം എലോങ് വിത്ത് വെച്ച് രണ്ട് സബ്ജക്റ്റുകളെ ബന്ധിപ്പിച്ചാൽ ആദ്യത്തെ സബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് ഉത്തരം എഴുതുക. ടൂറിസ്റ്റ് ഗൈഡ് എന്ന് പറയുന്ന സിംഗുലാർ ആയതുകൊണ്ട് ഹാസ് ഉത്തരം. അടുത്ത ചോദ്യമാണ് ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. തന്നിരിക്കുന്ന ചോദ്യത്തില് ടാഗ് ഉപയോഗിക്കാനാണ്. ലെറ്റ്സ്, ലെറ്റസ് ഇതിലൊക്കെ തുടങ്ങുന്ന സെന്റൻസുകളിലെ ടാഗ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാൾ വി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഷാൾ വി നമുക്ക് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ലെറ്റ്സ്, ലെറ്റസ് തുടങ്ങുന്ന സെന്റൻസുകൾ ഷാൾ വി. അടുത്ത ചോദ്യമാണ് ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇൻഡയറക്റ്റിലോട്ട് മാറ്റാനാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഹി സേസ് ഐ ആം അറ്റൻഡിങ് എ ട്രെയിനിങ്. തന്നിരിക്കുന്നതിൽ സേസ് വരുന്ന സെന്റൻസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ദാറ്റ് ചേർത്ത് ടെൻസ് മാറ്റാതെ റിപ്പോർട്ട് ചെയ്യുക. അപ്പൊ ടെൻസ് മാറ്റേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന പ്രസന്റ് കണ്ടിന്യൂസ് ആണ്, അത് തന്നെ എഴുതിയാൽ മതി. അപ്പൊ ഐ എന്ന് പറയുന്ന ഹി ആയിട്ട് മാറുകയും അതേപോലെ ആമിന് പകരം ഈസ് എഴുതുകയും ചെയ്യണം. കാരണം ഐയോടൊപ്പം ആമ് മാത്രമേ നിലനിൽക്കുള്ളൂ. ഈസിനോടൊപ്പം അത് ഹി ആയിട്ട് മാറുമ്പോഴത്തേക്കും ഈസ് ആയിട്ട് മാറും. അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാണ്? നോക്ക്, സേസ് ദാറ്റ്. സേസ് ദാറ്റ് ഹി ഈസ് അറ്റൻഡിങ് എ ട്രെയിനിങ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഏത് വരുന്നു? ഓപ്ഷൻ ഡി ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ഇഫ് ഐ ഹാഡ് മണി, ഇഫ് ഐ ഹാഡ് മണി ഐ ഡാഷ് ദ പുവർ. അപ്പോൾ തന്നിരിക്കുന്നതിൽ ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഹാർഡ് പ്ലസ് V3 അല്ലെങ്കിൽ ഹാർഡ് പ്ലസ് നൗൺ വരുന്ന സെന്റൻസുകളിൽ മറുഭാഗത്ത് ഏത് വരണം? വുഡ് പ്ലസ് V1 ഉത്തരമായിട്ട് വരണം. അതുകൊണ്ട് വുഡ് ഹെൽപ്പ് ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ദ ഡോൾ ബിലോങ്സ്, ദ ഡോൾ ബിലോങ്സ് ഡാഷ് ദ ചൈൽഡ്. തന്നിരിക്കുന്ന ചോദ്യത്തില് ബിലോങ്സ് കഴിഞ്ഞിട്ട് ടു ആണ് വരുന്നത്. ഓപ്ഷൻ ബി ഉത്തരമായിട്ട് വരുന്നു. ബിലോങ്സ് ടു അവിടെ ഉത്തരമായിട്ട് വരുന്നു. ബിലോങ്സ് ടു അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. അടുത്ത ചോദ്യം ഐഡന്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൊപ്രൈറ്ററി സ്പെല്ലിംഗ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ഉത്തരമായിട്ട് വരുന്നു. ഓപ്ഷൻ ഡി ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം ഇഡിയം ബോൺ ഓഫ് കണ്ടൻഷൻ. ബോൺ ഓഫ് കണ്ടൻഷൻ എന്നതിന്റെ അർത്ഥം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. സബ്ജക്ട് ഓഫ് ഡിസ്പ്യൂട്ട് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ബോൺ ഓഫ് കണ്ടൻഷൻ മീൻസ് സബ്ജക്ട് ഓഫ് ഡിസ്പ്യൂട്ട് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഓപ്ഷൻ ഡി ഉത്തരമായിട്ട് വരുന്നു. ഓപ്ഷൻ ഡി ഓപ്ഷൻ സി ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. അടുത്ത ചോദ്യം നോക്കിയേ. ദ ഡാഷ് ഓഫ് ഔൾസ് ഹൗൾഡ് അറ്റ് ദ മോൺ. തന്നിരിക്കുന്നതിലെ കളക്റ്റീവ് നൗണുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. കളക്റ്റീവ് നൗണ് ഔൾസിന്റെ കളക്റ്റീവ് നൗൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാക്ക് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ഉത്തരമായിട്ട് വരുന്നു. പാക്ക് ഓഫ് ഔൾസ് പറയാറുണ്ട്, അതുപോലെ പാക്ക് ഓഫ് ഡോഗ്സ് പറയാറുണ്ട്, അതുപോലെ പാക്ക് ഓഫ് കാർഡ് പറയാറുണ്ട്, അതുപോലെ പാക്ക് ഓഫ് സിഗരറ്റും പറയാറുണ്ട്. പാക്കിനകത്ത് വരുന്നത് പാക്ക് ഓഫ് കാർഡ്സ്, സിഗരറ്റ്, അതുപോലെ ഔൾസ്, ഇതെല്ലാം പാക്ക് ഓഫിനകത്ത് വരുന്നതാണ്. അപ്പൊ അടുത്ത ചോദ്യമാണ് സിനോണിം എഴുതാനാണ്. ഐഡന്റിഫൈ ദ സിനോണിം ഫോർ അമെൻമെന്റ്. അമെൻമെന്റിന്റെ സിനോണിം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അമെൻമെന്റ് മീൻസ് ഓപ്ഷൻ സി മോഡിഫിക്കേഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അമെൻമെന്റ് മീൻസ് മോഡിഫിക്കേഷൻ. അമെൻമെന്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ സിനോണിം ഏതെന്ന് ചോദിച്ചാൽ മോഡിഫിക്കേഷൻ ആണ്. മോഡിഫിക്കേഷൻ സി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അതുപോലെ അടുത്ത ചോദ്യമാണ് ഐഡന്റിഫൈ ദി അന്റോണിം
ഡിഫ്ലിക്റ്റ് അതിന്റെ അന്റോണിം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരമായിട്ട് വരുന്ന സർപ്ലസ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. സർപ്ലസ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. ഫൈൻഡ് ഔട്ട് എന്ത് ചെയ്യുന്നു? ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്പെല്ലിംഗ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്പെല്ലിംഗ് കറക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് വന്നിരിക്കുന്നത്. ഹാൻഡ് കർച്ചീഫ്സിന്റെ സ്പെല്ലിംഗ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഓപ്ഷൻ PSC ഈ ചോദ്യത്തിന്റെ ഉത്തരം വേണ്ടെന്ന് വെച്ചതാണ്, പക്ഷെ ഉത്തരം ഉള്ള ചോദ്യമാണ്. ഹാൻഡ് കർച്ചീഫ്സ് ബി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ബി ഓപ്ഷൻ ഹാൻഡ് കർച്ചീഫ്സിന്റെ സ്പെല്ലിംഗ് ബി ആണ്. HANDKERCHIEFS ആണ് ഹാൻഡ് കർച്ചീഫ്സ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത്, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എ ഡോഗ് ഇൻ ദി മാഞ്ചർ പോളിസി. ദ ഡോഗ് ഇൻ ദി മാഞ്ചർ പോളിസി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതൊരു ഇഡിയോ ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. എ മാൻ ഹു പ്രിവെന്റ്സ് അതേഴ്സ് ഫ്രം എൻജോയിങ് സംതിങ്. മറ്റുള്ളവരുടെ സന്തോഷം കെടുത്തുന്ന എന്ത് ചെയ്യുന്നത് കാര്യങ്ങൾ അല്ലെങ്കിൽ ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മാൻ ഇൻ ദി മാഞ്ചർ എന്ന് അല്ലെങ്കിൽ ഡോഗ് ഇൻ ദി മാഞ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം സ്പോട്ട് ദ എറർ പാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൾദോ ഹി ലെഫ്റ്റ് ഹോം ഏർലി. രണ്ടാമത്തെ പാർട്ട് ബട്ട് ഹി. മൂന്നാമത്തെ പാർട്ട് റീച്ച്ഡ് സ്കൂൾ ലേറ്റ്. നാലാമത്തെ പാർട്ട് നോ എറർ. ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ബട്ട് ഹി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയാണ്ടേ. ചോദ്യേ ഫസിമെയിൽ മീൻസ് ഡാഷ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസിമെയിൽ മീൻസ് ഫസിമെയിൽ എന്ത് ചെയ്യുന്നൂടെ സ്പെല്ലിംഗിൽ ഫസിമെയിൽ മീൻസ് ഇതും PSC വേണ്ടെന്ന് വെച്ചിട്ട് ഉള്ളതാണ്, പക്ഷേ ഇതിന് ഉത്തരമുള്ളതാണ്. ഫസിമെയിൽ മീൻസ് എക്സാക്ട് കോപ്പി എന്നാണ്. ഫസിമെയിൽ മീൻസ് ദി എക്സാക്ട് കോപ്പി. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. ഫസിമെയിൽ ഒരു ഫോറിൻ വേർഡ് ആണ്. ഉത്തരമായിട്ട് വരുന്നത് ബി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ. നവീൻ സെഡ് നീഡ് ഐ ഗോ ടു. നീഡ് ഐ ഗോ അറ്റ് വൺസ്. ചേഞ്ച് ഇൻ ദി ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരമായിട്ട് വരുന്നത് ഡി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. നവീൻ ആസ്ക്ഡ് ഇഫ് ഹി ഹാഡ് ടു ഗോ ടു ജസ്റ്റ് ദെൻ. അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഏത്? ഡി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. ഏത് ഉത്തരം വരുന്നു? ഡി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. None of the workman arrived. None of the workman men arrived. തന്നിരിക്കുന്നതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കാനാണ് ചോദ്യം വന്നിരിക്കുന്നത്. None of the workmen പകരം നമുക്ക് they എടുക്കാം. None എന്ന് പറയുന്നത് നെഗറ്റീവ് വേർഡ് ആണ്. അതുപോലെ arrived എന്ന് പറയുന്നത് ഏതാണ്? V2 ആണ്. അതിനകത്ത് വരുന്ന ഓക്സിലറി ഏതാണെന്ന് ചോദിച്ചാൽ did ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് did they ഉത്തരമായിട്ട് വരുന്നു. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. did they ഉത്തരമായിട്ട് വരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. ലെപ്റ്റോസ്പൈറോസിസ് എന്നതുകൊണ്ട് എന്ത് അല്ലെങ്കിൽ ഈസ് റിലേറ്റഡ് വിത്ത് ഡാഷ്. ഇതും PSC വേണ്ടെന്ന് വെച്ചിട്ടുള്ള ചോദ്യമാണ്. പക്ഷേ ഈ ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്നത് റിലേറ്റഡ് ടു റാറ്റ് എന്ത് ചെയ്യുന്നൂടെ വരാറുണ്ട്. അപ്പൊ റാറ്റ് നമുക്ക് പഠിച്ചു വെച്ചിരിക്കാം, പക്ഷെ PSC വേണ്ടെന്ന് വെച്ചിട്ടുള്ള ചോദ്യമായിരുന്നു. അപ്പൊ റാറ്റ് ആണ് അവിടെ ഉത്തരമായിട്ട് വരേണ്ടത്. റാറ്റ് അവിടെ ഉത്തരമായിട്ട് വരാം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. റാറ്റ് ആണ് അവിടെ ഉത്തരമായിട്ട് വരേണ്ടിയിരുന്നത്. അടുത്ത ചോദ്യമാണ് ഡാഷ് ബേർഡ്സ് ഇൻ ദി ഹാൻഡ് ഈസ് വർത്ത് 2 ഇൻ ദി ബുഷ്. തന്നിരിക്കുന്നത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ഉത്തരമായിട്ട് വരുന്ന ഡി ഓപ്ഷൻ ആണ്. എ ബേർഡ് ഇൻ ദി ഹാൻഡ്. ബേർഡ് ഇൻ ഹാൻഡ് ഈസ്. എ ബേർഡ് ഇൻ ഹാൻഡ് ഈസ് വർത്ത് 2 ഇൻ ദി ബുഷ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി നമുക്ക് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യമാണ് ഹി ഈസ് ബിലോങ്സ്. ഹി ഈസ് ബീങ് അക്യൂസ്ഡ് ഡാഷ് തെഫ്റ്റ്. തന്നിരിക്കുന്നതിൽ അക്യൂസ്ഡ് ഓഫ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. എ ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. ഏത് വരുന്നു? എ ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ. അടുത്ത ചോദ്യം തന്നിരിക്കുന്നതിൽ നോക്ക്. They have conducted everyone concerned. They have conducted everyone concerned. അപ്പൊ നോക്കിയേ, തന്നിരിക്കുന്നതിൽ വോയിസ് ചേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. They have conducted everyone's concerned. തന്നിരിക്കുന്നതിൽ എന്ത് ചെയ്യും? വോയിസ് ചേഞ്ച് ചെയ്യാനാണ്. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഉത്തരമായിട്ട് വരുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഹാസ്, ഹാവ്, ഹാഡൊക്കെ വരുന്ന സെന്റൻസുകളിൽ ബീൻ പ്ലസ് ING ആണ് ഉത്തരമായിട്ട് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഉത്തരമായിട്ട് വരുന്ന സി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. സി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ.
ഹുറൈ, ഹി ഓൺ ദ മാച്ച്. ഹുറൈ എന്ന് പറയുന്ന വാക്ക് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, ഇന്റർജങ്ഷൻ, അതുപോലെ പ്രനൗൺ. നമുക്ക് വരുന്നത് ആശ്ചര്യത്തെ സൂചിപ്പിക്കുന്ന വാക്കുകൾക്ക് പറയുന്ന പേരാണ് ഇന്റർജങ്ഷൻസ് എന്നാണ് പറയുന്നത്. ആശ്ചര്യത്തെ സൂചിപ്പിക്കുന്ന വാക്കുകൾക്ക് പറയുന്ന പേര് ഇന്റർജങ്ഷൻ. അതുകൊണ്ട് തന്നെ സി ഓപ്ഷൻ നമുക്ക് ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യമാണ് സിംഗുലാർ ഫോം ഓഫ് ദ വേർഡ് ജീൻസ്. ജീൻസ് എന്ന് പറയുന്ന വാക്കിന്റെ സിംഗുലാർ ഫോം ഏതെന്നാണ്. ജീൻസിന്റെ സിംഗുലാർ ഫോം ജീൻസ് തന്നെയാണ്. ബി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ബി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നത്. നോക്കിയ അടുത്ത ചോദ്യമാണ് തന്നിരിക്കുന്നതിൽ യുവർ മാർക്സ് ആർ ഗുഡ് ബട്ട് യു ക്യാൻ ഡു ഡാഷ്. യൂസ് കമ്പാരിറ്റീവ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഓഫ് ദി അണ്ടർലൈൻഡ് വേർഡ്. അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്കിന്റെ കമ്പാരിറ്റീവ് ഫോം ഏതാണ്? ഗുഡിന്റെ കമ്പാരിറ്റീവ് ഫോം ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് ആണ്. ബെറ്റർ എന്ന് പറയുന്ന കമ്പാരിറ്റീവ് ഫോം, ബെസ്റ്റ് എന്ന് പറയുന്ന സൂപ്പർലേറ്റീവ് ഫോം. അതുകൊണ്ട് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് സി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഏത് വരുന്നു? സി ഓപ്ഷൻ ഉത്തരമായിട്ട്, ബെറ്റർ അവിടെ ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യം നോക്കിയേ. അടുത്ത ചോദ്യമാണ് നോക്കുക. ദ ടെസ്റ്റ് വാസ് ഡാഷ്. യൂസ് അപ്രോപ്രിയേറ്റ് ഫ്രൈസൽ വെർബ് ഉപയോഗിക്കാനാണ്. ഇപ്പോൾ പുട്ട് ഓഫ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. പുട്ട് ഓഫ് മീൻസ് പോസ്റ്റ്പോൺ ചെയ്ത് വെക്കുക എന്നാണ്, മാറ്റുക അല്ലെങ്കിൽ നീട്ടി വെക്കുക എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. ഇപ്പോൾ പുട്ട് ഓഫ്, പോസ്റ്റ്പോൺ. എ ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. എ ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യമാണ് ദ ഫ്ലൈസ് ഫെൽ ഡാഷ് ദ ഷെൽഫ്. യൂസ് കറക്റ്റ് പ്രിപ്പോസിഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഫ്ലൈസ് ഫെൽ ഓഫ്, ഫെൽ ഓഫ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. സി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ. ദ ഇഡിയം വൺസ് ഇൻ ബ്ലൂ മൂൺ മീൻസ് ഡാഷ്. വൺസ് ഇൻ ബ്ലൂ മൂൺ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് റെയർ ഇവന്റ്, റെയർ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ബി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. എന്ത് വരുന്നു? ബി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യമാണ് ദ ആന്റോണിം ഓഫ് ദ വേർഡ് റെഗുലർ എന്ന് പറയുന്ന വാക്കിന്റെ ആന്റോണിം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എതിർപദമാണ് ചോദിക്കുന്നത്. അപ്പൊ ആന്റോണിം ഏതെന്നാണ്? റെഗുലറിന്റെ ഇറഗുലർ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ഉത്തരമായിട്ട് വരുന്നത്. ആന്റോണിം ഇറഗുലർ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ. ഹി കെയിം ഏർലി എന്ന് പറയുന്നതിൽ ടാഗ് ഉപയോഗിക്കാനാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഹി സബ്ജക്റ്റ് ആണ്. കെയിം എന്ന് പറയുന്നത് V2 ഫോമിലെ വേർബ് ആണ്. കെയിമിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഓക്സിലറി ഏതാണെന്ന് ചോദിച്ചാൽ ഡിഡ് ആണ്. അതുകൊണ്ട് തന്നെ സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ടും നമുക്ക് എന്ത് വരുന്നു? ഉത്തരമായിട്ട് വരുന്നത് ഡിഡിന്റെ ഹി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഡിഡിന്റെ ഹി ഓപ്ഷൻ ഏതാണ്? ഡിഡിന്റെ ഹി എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഉത്തരമായിട്ട് വരുന്നത്. ഏത് വരുന്നു? ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി നമുക്ക് ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ഇഫ് ഐ പ്രിപ്പയർഡ് വെൽ ഐ ഡാഷ് ദ പ്രോജക്റ്റ്. തന്നിരിക്കുന്നതിൽ ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. ചൂസ് ദ റൈറ്റ് വേർബ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇഫ് കഴിഞ്ഞിട്ട് V2 ആണ് വരുന്നതെങ്കിൽ മറുഭാഗത്ത് ഉത്തരം ഏത് വരണം? വുഡ് വരാം, ഷുഡ് വരാം, കുഡ്, മൈറ്റ് പ്ലസ് V1. വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. വുഡ് കംപ്ലീറ്റ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നു. ഏത് വരുന്നു? വുഡ് കംപ്ലീറ്റ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യമാണ് വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഡാഷ് വിത്ത് മീ യെസ്റ്റർഡേ. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഡാഷ് വിത്ത് മീ യെസ്റ്റർഡേ. ചൂസ് ദ റൈറ്റ് ഓപ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ വൺ ഓഫിന്റെ റൂൾ നമുക്കറിയാം. വൺ ഓഫ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലും വെർബ് എന്തായിരിക്കണം? സിംഗുലാർ ആയിരിക്കണം. ഓപ്ഷനിൽ വാസ് സിംഗുലാർ ആണ്, ഈസും സിംഗുലാർ ആണ്. അപ്പൊ ഇത് രണ്ടിൽ ഏതെങ്ങനെ എഴുതാം? യെസ്റ്റർഡേ വന്നിരിക്കുന്നതുകൊണ്ട് സെന്റൻസ് എന്താണ്? പാസ്റ്റ് ടെൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉത്തരം ഏത് വരുന്നു? വാസ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. എന്ത് വരുന്നു? വാസ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ഐ ആം ഷുവർ ദാറ്റ് സംബഡി വാസ് സ്പൈയിങ് ഡാഷ് അസ്. നോക്ക്, സ്പൈയിങ് ഓൺ അസ്. ഓൺ ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. പ്രിപ്പോസിഷൻ ഉപയോഗിക്കാനാണ് ചോദ്യം വന്നിരിക്കുന്നത്. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഓൺ ഉത്തരമായിട്ട് വരുന്നു. ഏത് വരുന്നു? ഓൺ അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ദേ സെഡ് വി അറൈവ്ഡ് ലേറ്റ്. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് ആണ്. സ്പീച്ച് ചേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ തന്നിരിക്കുന്നതിൽ ദേ സെഡ് ആണ് വന്നിരിക്കുന്നത്. സെഡിനോടൊപ്പം ദാറ്റ് ചേർക്കുക. വി മാറിയിട്ട് ദേ ആവും. ഐ കോമ വി ആണ് വരുന്നതെങ്കിൽ
സെഡിനെ മുന്നിലെ സബ്ജക്റ്റ് ആയി കൊടുക്കുക. അറൈവ്ഡ് എന്ന് പറയുന്നതിന്റെ അറൈവ്ഡ് V2 ആണ്. അത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഹാഡ് പ്ലസ് V3 ആയി കൊടുക്കുക. അറൈവ്ഡ് V2 ആയതുകൊണ്ട് അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹാഡ് പ്ലസ് V3 വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ഉത്തരമായിട്ട് വരുന്നു. ഏത് വരുന്നു? ഓപ്ഷൻ സി നമുക്ക് ഇവിടെ ഉത്തരമായിട്ട് വരുന്നു. ഓക്കെ, which is the synonym for the word resemblance? റിസംബ്ലൻസിന്റെ സിനോണിം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിസംബ്ലൻസ് മീൻസ് സിമിലാരിറ്റി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ഉത്തരമായിട്ട് വരുന്നു. ഏത് വരുന്നു? ഓപ്ഷൻ എ ഉത്തരമായിട്ട് വരുന്നു. സിമിലാരിറ്റി ഉത്തരമായിട്ട് വരുന്നു. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ. പീസ് ഓഫ് കേക്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഇഡിയമാണ്. പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഈസി ടാസ്ക്, വളരെ പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന ജോലികൾക്ക് പറയുന്ന പേരാണ് പീസ് ഓഫ് കേക്ക് എന്ന് പറയുന്നത്. പീസ് ഓഫ് കേക്ക് മീൻസ് ഈസി ടാസ്ക്. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. പീസ് ഓഫ് കേക്ക് ഈസി ടാസ്ക്. അടുത്ത ചോദ്യം നോക്കിയേ. a group of monkeys is called dash. ഒരു കൂട്ടം കുരങ്ങന്മാർക്ക് അല്ലെങ്കിൽ കുരങ്ങന്മാരുടെ കളക്റ്റീവ് നോൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരമായിട്ട് വരുന്നത് ഡി ഓപ്ഷൻ ആണ്. ട്രൂപ്പ് ഓഫ് മങ്കീസ് എന്നാണ് പറയുന്നത്. ഡി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. ഏത് വരുന്നു? ഡി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. സ്കൂൾ ഓഫിനകത്ത് വരുന്ന ഫിഷ് ആണ്. ഫ്ലോക്ക് ഓഫിനകത്ത് വരുന്നത് ബേർഡ്സ് വരാം, അതുപോലെ ടൂറിസ്റ്റ് വരാം, അതുപോലെ ഷീപ്പ് വരാം. ഹേർഡ് ഓഫിനകത്ത് കൗ, ക്യാറ്റിൽ, ബഫല്ലോ, ഓക്സ് അങ്ങനെയുള്ള എലിഫന്റ്, ഗോട്ട്, ഡിയർ ഒക്കെയാണ് ഹേർഡ് ഓഫിനകത്ത് വരുന്നത്. അടുത്ത ചോദ്യമാണ് ദ ഫിയർ ഓഫ് ഡാർക്ക്നെസ്. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഡാർക്ക്നെസ്സിനെ പേടിക്കുന്നതിന് പറയുന്ന പേരാണ് നെക്ടോഫോബിയ എന്നാണ് പറയുന്നത്. ഡാർക്ക്നെസ്, നെക്ടോഫോബിയ. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഏത് വരുന്നു? ഓപ്ഷൻ എ നമുക്ക് ഉത്തരമായിട്ട് വരുന്നു. അടുത്തതാണ് റൈറ്റ്. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. റൈറ്റ് ദ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ആർട്ട് റിലേറ്റഡ് ടു ഡെക്കറേറ്റീവ് ആൻഡ് ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ്. മനോഹരമായി കൈ അക്ഷരം ഉള്ളതിന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ എഴുതുന്നതിന് പറയുന്ന പേരാണ് കലിഗ്രാഫി എന്നാണ് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി നമുക്ക് ഉത്തരമായിട്ട് വരുന്നു. ഏത് വരുന്നു? ഓപ്ഷൻ ബി ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് കറക്റ്റ് സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ്. കോൺകോഡുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. ഈ ചോദ്യം ഡിലീറ്റഡ് ചോദ്യമാണ്. ഇതിലെല്ലാത്തിലും തെറ്റുണ്ട്, അതുകൊണ്ട് ഡിലീറ്റഡ് ആണ്. കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് ഇല്ല, അതുകൊണ്ട് ഈ ഓപ്ഷൻ അല്ലെങ്കിൽ ഈ ചോദ്യം ഡിലീറ്റഡ് ചോദ്യമാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. ചൂസ് ദ കറക്റ്റ് പഞ്ച്വേഷൻ ഓഫ് ദ ഫോളോയിങ് സെന്റൻസ്. പഞ്ച്വേഷൻ എന്ന് പറഞ്ഞ ചിഹ്നം. കറക്റ്റ് ആയിട്ട് ചിഹ്നം ഉപയോഗിച്ചിരിക്കുന്ന സെന്റൻസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിപ്പോർട്ടർ സ്പീച്ചുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു ചോദ്യം തന്നിരിക്കുന്നു. ആ ചോദ്യത്തിൽ എങ്ങനെ കറക്റ്റ് ആയിട്ട് ചിഹ്നം ഉപയോഗിച്ചിരിക്കാം അല്ലെങ്കിൽ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ചിഹ്നം ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കിയേ. അതിൽ തന്നിരിക്കുന്നത് ഷീ ഓപ്പൺ ദ ഡോർ ആൻഡ് എക്സ്ക്ലൈംഡ് വാട്ട് എ സർപ്രൈസ്. ഇതാണ് കിടക്കുന്നത്. അപ്പൊ നമ്മള് ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. സെന്റൻസുകൾക്ക് നടുക്കായിട്ട്, രണ്ട് സെന്റൻസിന് നടുക്കായിട്ട് കോമ വന്നിരിക്കണം. ഡബിൾ ഇൻവേർട്ടർ കോമയ്ക്കുള്ളിലാണ് പറഞ്ഞ കാര്യങ്ങൾ വരേണ്ടത്. എക്സ്ക്ലമേഷൻ മാർക്ക് സെന്റൻസിന്റെ അവസാനം വന്നിരിക്കണം. ഇതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. അടുത്ത ചോദ്യം എന്തുപയോഗിക്കാനാണ്? ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കാനോ ഉള്ള മറ്റൊരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. വി ഡു അവർ വർക്ക്. വി ഡു അവർ വർക്ക് എന്ന് പറയുന്നതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ബട്ട് ഡു ഓക്സിലറി ഡു വരുന്ന സെന്റൻസ് ആണ്. ഡു വന്നു കഴിഞ്ഞാൽ മെയിൻ വെർബ് അതിനകത്തില്ല. നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് മെയിൻ വെർബ് കണ്ടെത്തണം. ഡൂവിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഓക്സിലറി ഡു തന്നെയാണ്. വെർബിന്റെ V1 ആണെങ്കിൽ ഡു ആണ് ഓക്സിലറി ആയിട്ട് എടുക്കേണ്ടത്. വി സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഡോണ്ട് വി ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഡോണ്ട് വി നമുക്ക് ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യമാണ് എക്സ്പാൻഷൻ ഓഫ് ETC. ETCയുടെ എക്സ്പാൻഷൻ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സെട്രയുടെ എക്സ്പാൻഷൻ എറ്റ്സെറ്ററ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. എറ്റ്സെറ്ററ ഉത്തരമായിട്ട് വരുന്നു. ഓപ്ഷൻ എ ഉത്തരമായിട്ട് വരുന്നു. ഓക്കെ, അടുത്ത ചോദ്യമാണ് there is a long dash in front of the theater. സ്പെൽ ചെക്കുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ്. ക്യൂവിന്റെ സ്പെല്ലിങ് കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ച് എഴുതാനാണ് ഉത്തരം, ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ക്യൂവിന്റെ സ്പെല്ലിങ് ഓപ്ഷൻ എ ആണ്. QUE അതാണ് ഉത്തരമായിട്ട് വരുന്നത്. ക്യൂവിന്റെ സ്പെല്ലിങ് ഓപ്ഷൻ എ ഉത്തരമായിട്ട് വരുന്നു. ഏത് വരുന്നു? ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ. തന്നിരിക്കുന്ന ചോദ്യത്തില് സെലക്ട് ദ സെന്റൻസ്, യൂസ് ദ കറക്റ്റ്
ഫോം ഓഫ് വെർബ് ടു ബി ഇൻ ദി പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസിൽ കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഫോം ഓഫ് വെർബ് ഉപയോഗിച്ചിരിക്കുന്ന സെന്റൻസ് ഏതെന്നാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഏത് വരുന്നു? ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. വി വെയർ ഓൾ വെരി ടയർഡ് ആഫ്റ്റർ ദ ലോങ് ഹൈക്ക് യെസ്റ്റർഡേ. അതാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ. അടുത്ത ചോദ്യം, ചൂസ് ദ ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസ് ഓഫ് മൊഡാൽ വെർബ്. മൊഡാൽ ഓക്സിലറി വെർബ് ഉപയോഗിച്ചിരിക്കുന്ന കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന സെന്റൻസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ഉത്തരമായിട്ട് വരുന്നു. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. വി ഷുഡ് ബ്രിങ് ആൻ അംബ്രല്ല ഇൻ ദ കേസ് ഓഫ് റെയിൻ. അതാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ. ഐഡന്റിഫൈ ദ കറക്റ്റ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദി ഫോളോയിങ് സെന്റൻസ് ഫ്രം ദ ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റ്. അതായത് റിപ്പോർട്ട് ചെയ്ത് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന സെന്റൻസിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് മാറ്റി എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്നതിൽ അത് റിപ്പോർട്ട് സ്പീച്ചുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇത് ക്യാൻസൽഡ് ചോദ്യമാണ് വന്നിരിക്കുന്നത്. കാരണം ഇതിനകത്ത് എന്ത് ചെയ്യില്ല, നെക്സ്റ്റ് വീക്ക് എന്ന് പറയുന്നത് ഇത് മാറിയിട്ടില്ല, അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന മാറ്റമില്ല. അതുകൊണ്ട് അത് ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം നോക്കിയേ. അടുത്ത ചോദ്യമാണ്, which of the following word is a synonym for the abundant? Abundant എന്നതിന്റെ സിനോണിം സമാന പദം ഏതെന്നാണ്? plentiful ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ഉത്തരമായിട്ട് വരുന്നു. plentiful ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യമാണ് തന്നിരിക്കുന്നതിൽ എന്ത് ചെയ്യുന്നു, what is the best antonym for the മിസ്സേർലിയുടെ ആന്റോണിം, ഉചിതമായിട്ടുള്ള ആന്റോണിം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതും ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്ത് ചെയ്യുന്നൂടെ? ക്യാൻസൽ. ഈ ചോദ്യവും ക്യാൻസൽഡ് ആണ്. ഉത്തരം ക്യാൻസൽഡ് ആണ്. അടുത്ത ചോദ്യം നോക്കിയേ. ചൂസ് ദ വേർഡ് മീൻസ് ദ ഓപ്പോസിറ്റ് ഹാർമണിയസ് എന്നത് ഇതിന് ഉചിതമായിട്ടുള്ള, അല്ലെങ്കിൽ ചൂസ് ദ വേർഡ് ദാറ്റ് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് ഹാർമണിയസ്. ഹാർമണിയസ് മീൻസ് ഒത്തൊരുമയോടുകൂടി. അതിന്റെ ഓപ്പോസിറ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഹാർമണിയസിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിസ്കോർഡന്റ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ഏത് വരുന്നു? ഡിസ്കോർഡന്റ് ഓപ്ഷൻ ഏത് വരുന്നു? എ ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. ഏത് വരുന്നു? ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യമാണ്, സെലക്ട് ദ വേർഡ് ദ മോസ്റ്റ് സിമിലർ ഇൻ ദ മീനിങ് ഓഫ് എഫീമറൽ. എഫീമറൽ എന്നതിന് ഉചിതമായിട്ടുള്ള സിനോണിം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എഫീമറൽ മീൻസ് ടെമ്പററി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ഉത്തരമായിട്ട് വരുന്നു. ഓപ്ഷൻ ബി ആണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യമാണ് ഏത് വരുന്നു? ഫൈൻഡ് ഔട്ട് വൺ വേർഡ് ഓഫ് ദ എക്സ്പ്രഷൻ ദ ക്രൈസ് ഫോർ ദ ഫ്ലവേഴ്സ് എന്നതിന്റെ വൺ വേർഡ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്ലോറിമാനിയ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഏത് വരുന്നു? ഓപ്ഷൻ എ നമുക്ക് ഉത്തരമായിട്ട് വരുന്നു. ഓപ്ഷൻ എ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. നെയ്തർ മിസ്റ്റർ ഗുപ്താസ് സൺസ് നോർ ഹിസ് ഡോട്ടർ ഡാഷ് ടു ദ ജിം റെഗുലർലി. തന്നിരിക്കുന്നതിൽ ചോദ്യത്തില് എന്ത് ചെയ്യുന്നുണ്ട്? നെയ്തർ നോർ വെച്ചിട്ട് രണ്ട് സെന്റൻസുകളെ കണക്ട് ചെയ്താൽ എന്ത് ചെയ്യണം? രണ്ടാമത്തെ സെന്റൻസിനനുസരിച്ച് ഉത്തരം എഴുതണം. രണ്ടാമത്തെ എന്ത് ചെയ്യുന്നുണ്ട്? അല്ലെങ്കിൽ സബ്ജക്റ്റ് അനുസരിച്ച് ഉത്തരം എഴുതണം. രണ്ടാമത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഡോട്ടർ ആണ്. ഡോട്ടർ എന്ന് പറയുന്നത് സിംഗുലാർ ആയതുകൊണ്ട് നമുക്ക് ഉത്തരം സിംഗുലാർ ആയിരിക്കണം. റെഗുലർലി വരുന്നതുകൊണ്ട് സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഉത്തരം ഏത് വരുന്നു? ഗോസ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഏത് വരുന്നു? ഓപ്ഷൻ ഡി ഗോസ് ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യമാണ്, ഇഫ് ഷീ കോൾഡ് മീ ഐ ഡാഷ് ദ പാർട്ടി. തന്നിരിക്കുന്നതിൽ കോൾഡ് എന്ന് പറയുന്നത് എന്തിനു സൂചിപ്പിക്കുന്നു? V2 ആണ്. ഇഫ് വരുന്ന സെൻറ്റൻസിൽ ഇഫ് പ്ലസ് V2 ആണെങ്കിൽ മറുഭാഗത്ത് വുഡ് പ്ലസ് V1 ഉത്തരം. അപ്പൊ നമുക്ക് ഉത്തരമായിട്ട് വരുന്ന വുഡ് അറ്റൻഡ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ഉത്തരമായിട്ട് വരുന്നു. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഡാഷ് ദ ബോയ് ഹു ടോക്ക്ഡ് ടു മീ യെസ്റ്റർഡേ turned out to be any old neighbor's son. തന്നിരിക്കുന്നതിൽ ആർട്ടിക്കിൾ ഉപയോഗിക്കാനാണ് ചോദ്യം വന്നിരിക്കുന്നത്. ദ ബോയ്. ഒരു കാര്യം എടുത്തു പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ ഉത്തരം ഏത് വരണം? ദ അവിടെ ഉത്തരമായിട്ട് വരണം. അവിടെ ഏത് വരണം? ദ ഉത്തരമായിട്ട് വരണം. അടുത്ത ചോദ്യം നോക്കിയേ. I would rather have tea dash coffee.
അപ്പോൾ വുഡ് റാദറിന്റെ ഉപയോഗമാണ്. വുഡ് റാദർ കഴിഞ്ഞാൽ ദാൻ വരണം. വുഡ് റാദർ ദാൻ, ഐ വുഡ് റാദർ ദാൻ, ഐ വുഡ് റാദർ ദാൻ അവിടെ ഉത്തരമായിട്ട് വരും. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഏത് വരുന്നു? ഓപ്ഷൻ എ നമുക്ക് ഇവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ഐ ആം ഓൾഡർ ദാൻ യു. ടാഗ് ഉപയോഗിക്കാനുള്ള ഒരു ചോദ്യമായിരുന്നു. ഐ ആം ഓൾഡർ ദാൻ യു. നമുക്ക് ആമിനോടൊപ്പം നോട്ട് ചേർന്നാൽ ആറിന്റെ എന്നാണ് വരുന്നത്. സബ്ജക്റ്റ് ഐ ആണ്. അതുകൊണ്ട് ഉത്തരം ഏത് വരുന്നു? ആറിന്റെ ഐ നമുക്ക് അവിടെ ഉത്തരം വരുന്നു. എന്ത് ചെയ്യുന്നു? ഓപ്ഷൻ ഡി ഉത്തരമായിട്ട് വരുന്നു. ആറിന്റെ ഐ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ലിറ്റിൽ ആൻ, ലിറ്റിൽ ആൻ ഓൾവൈസ് ഡാഷ് ഹെർ ഓൾഡർ ബ്രദർ. ലിറ്റിൽ ആൻ ഓൾവേസ് ഡാഷ് ഹെർ ഓൾഡർ ബ്രദർ. ഉത്തരമായിട്ട് വരുന്നത് ലുക്സ് അപ് ടു ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ഉത്തരമായിട്ട് വരുന്നത്. ലുക്സ് അപ് ടു ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യമാണ് ഡയാനാസ് ഷൂസ് വെയർ ദ പെർഫെക്റ്റ്, വെയർ ദ പെർഫെക്റ്റ് ഡാഷ് ടു ഹെർ എൻറ്റയർ ഔട്ട്ഫിറ്റ്. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് കോംപ്ലിമെന്റ്. ബി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. കോംപ്ലിമെന്റ് പൂർണ്ണം എന്നർത്ഥത്തിൽ പറയുന്നു. കോംപ്ലിമെന്റ് LIMENT കോംപ്ലിമെന്റ് മീൻസ് നമ്മൾ എന്ത് ചെയ്യുന്നൂടെ അഭിനന്ദിക്കുക. PLEMENT കോംപ്ലിമെന്റ് പൂർണ്ണം കംപ്ലീറ്റ് എന്ന അർത്ഥത്തിൽ പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. The company gives a bonus. The company gives bonus to its employees only dash because the management is not very generous. നോക്കിയേ, ഇഡിയമാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. അപ്പൊ ഉചിതമായിട്ടുള്ള ഇഡിയം എഴുതാനാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. വൺസ് ഇൻ ബ്ലൂ മൂൺ മീൻസ് റയർ എന്ത് ചെയ്യുന്നുണ്ട് ഇവന്റ്. വൺസ് ഇൻ ബ്ലൂ മൂൺ മീൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ റയർ ഇവന്റ്, വല്ലപ്പോഴും നടക്കുന്ന കാര്യം. ബ്ലൂ മൂൺ മീൻസ് റയർ ഇവന്റ്. വൺസ് ഇൻ ബ്ലൂ മൂൺ ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ. സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈൻഡ് ഫ്രൈസ് വിത്ത് എ സ്യൂട്ടബിൾ വേർഡ് ഫ്രം ദ ഫ്ലോയിങ്. അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്കിന് ഉചിതമായിട്ടുള്ള വൺ വേർഡ് എടുത്തെഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. Susan doesn't goes to church. As she calls herself as someone who doesn't believes in the existence of God. ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നതിന് പറയുന്ന പേരാണ് എത്തിസ്റ്റ് എന്നാണ് പറയുന്നത്. എത്തിസ്റ്റ് വിശ്വാസി. നമുക്ക് ഇവിടെ ഉത്തരമായിട്ട് വരുന്ന എത്തിസ്റ്റ്. ഡി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. ഏത് വരുന്നു? ഡി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യമാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ദ സെയിം മീനിങ് ആസ് കംപ്ലീറ്റ്. കംപ്ലീറ്റ് എന്നതുകൊണ്ട് അതിന് ഉചിതമായിട്ടുള്ള മീനിങ് വരുന്ന വാക്ക് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് സി ഓപ്ഷൻ ആണ്. ദി ഹോൾ, WHOLE, ഹോൾ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ദാറ്റ് മീൻസ് ഓൾ മീൻസ് കംപ്ലീറ്റ്ലി എന്നാണ് ഉത്തരമായിട്ട് വരുന്നത്. നോക്കി, അടുത്ത ചോദ്യമാണ് എ ഗ്രൂപ്പ് ഓഫ് വെയിൽസ് ഈസ് കോൾഡ് ഡാഷ്. വെയിൽ, ബ്ലൂ വെയിലിന്റെ കളക്റ്റീവ് നോൺ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബ്ലൂ വെയിലിന്റെ കളക്റ്റീവ് നോൺ പോഡാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഏത് വരുന്നു? ഓപ്ഷൻ എ ഉത്തരമായിട്ട് വരുന്നു. പോഡ് ഓഫ് വെയിൽസ് ആണ്. ട്രൂപ്പ് ഓഫ് മങ്കീസ് ആണ്. മങ്കി എന്ത് ചെയ്യുന്നൂടെ വരുന്നത്. കോളനി ഓഫ് ആൻസ്, ബാറ്റ്സ്, പെങ്കിന് ഒക്കെയാണ് കോളനി ഓഫിനകത്ത് വരുന്നത്. സ്വാം ഓഫ് ഇൻസെക്റ്റ് ആണ് വരുന്നത്. ഇൻസെക്റ്റില് ഫ്ലൈസ്, ബീസ് ഒക്കെ സ്വാം ഓഫിനകത്ത് വരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. അടുത്ത് വരുന്നത് തന്നിരിക്കുന്ന ചോദ്യത്തില് എന്ത് ചെയ്യുന്നൂടെ? തന്നിരിക്കുന്ന ചോദ്യം ആന്റോണിം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടാമിനേറ്റ്. കണ്ടാമിനേറ്റ് എന്ന വാക്കിന്റെ ആന്റോണിം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടാമിനേറ്റിന്റെ ആന്റോണിം ആണ് പ്യൂരിഫൈ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. ഏത് വരുന്നു? ഓപ്ഷൻ ഡി ഉത്തരമായിട്ട് വരുന്നു. ഓപ്ഷൻ ഡി ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. either the parents or the girls dash to blind in his affair. ഇതും ചോദ്യം ക്യാൻസൽഡ് ചോദ്യമാണ്. പക്ഷെ ഇതിന് ഉത്തരമുള്ള ചോദ്യമാണ്. നമുക്ക് ഈസ് അവിടെ ഉത്തരമായിട്ട് എഴുതാം. എന്ത് ചെയ്യുന്നൂടെ? either or വരുന്ന സെന്റൻസുകളിൽ സെക്കൻഡ് സബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് ഉത്തരം എഴുതാം. സെക്കൻഡ് സബ്ജക്റ്റ് ഗേൾ ആയതുകൊണ്ട് ഈസ് നമുക്ക് അവിടെ ഉത്തരമായിട്ട് എഴുതാമായിരുന്നു. പക്ഷെ ഇത് ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ചോദ്യം ഒരു എന്ത് ചെയ്യും കറക്റ്റായിട്ട് എടുക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ പരിചയപ്പെടുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് ഈസ് അവിടെ ഉത്തരമായിട്ട് എടുക്കാം. പക്ഷെ ഇത് ക്യാൻസൽഡ് ചോദ്യമായിരുന്നു കേട്ടോ. ഈസ് ആണ് അവിടെ ഉത്തരമായിട്ട് വരേണ്ടിയിരുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ഉത്തരവ്. അടുത്ത ചോദ്യം നോക്കിയേ. പഴശ്ശിരാജ ഡാഷ് എ ബ്രേവ് ഫൈറ്റ് എഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് ആർമി. ഫ്രൈസൽ വെർബുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് വന്നിരുന്നത്. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ പുട്ടപ്പാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ പുട്ടപ്പാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ. മിനി സെഡ് ഐ ഹാവ് ബീൻ റൈറ്റിംഗ് ദിസ് ലെറ്റർ ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുക. നമ്മൾ ഓർമ്മയിലിരിക്കുക. ഹാവ് എന്ത് ചെയ്യുന്നോടെ? ഏത് ഹാവ് വരുന്ന സെന്റൻസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹാഡ് ആക്കി കൊടുക്കുക.
ഹാവ് വരുന്ന സെന്റൻസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തായി കൊടുക്കുക, ഹാഡ് ആക്കി കൊടുക്കുക. ഇനി ദിസ് മാറിയിട്ട് എന്താകും കുട്ടികളെ, ദാറ്റ് ആയിട്ട് മാറും. അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാണ്, ഹാഡും ദാറ്റും വരുന്ന ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ, ഓപ്ഷൻ എ. ഇനി നോക്ക്, ഹാഡ് വരുന്ന മറ്റൊരു ഓപ്ഷനും കൂടെ ഉണ്ട്, പക്ഷെ ഇവിടെ എന്ത് മാറിയിട്ടില്ല, ദിസ് മാറിയിട്ടില്ല. ഓർമ്മയിലിരിക്കുക, ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. Choose the correct noun form of the noun form for a male swan. മെയിൽ സ്വാനിന്റെ noun form ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരമായിട്ട് വരുന്ന കോബ് ആണ്, COB. അതിന്റെ ജെൻഡർ ഫീമെയിൽ ജെൻഡർ ആണ്. എന്ത് ചെയ്യുന്നത്, അതിന്റെ ഓപ്പോസിറ്റ് ജെൻഡർ ആണ് പെണ്ണ് കേട്ടോ. കോബിന്റെ ഓപ്പോസിറ്റ് ആണ് പെണ്ണ് കേട്ടോ. അപ്പൊ നൗൺ ഫോം അല്ലെങ്കിൽ നമ്മളെ സ്വാന്റെ നൗൺ ഫോം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൽ നൗൺ ഫോം ആണ് കോബ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിയാണ്ടേ, തന്നിരിക്കുന്നതില് അവർ ന്യൂ എംപ്ലോയീസ് ഈസ് ഗുഡ് അറ്റ് തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ബാലൻസ് ഭാഗം ഫില്ല് ചെയ്യാനായിരുന്നു. തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. അങ്ങനെ അത് ഒരു ഫ്രൈസ് ആണ്, ഒരു ഇഡിയമാണ്. ദാറ്റ് മീൻസ് ക്രിയേറ്റീവ് തിങ്കിങ് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ പോസിറ്റീവ് ക്രിയേറ്റീവ് തിങ്കിങ് ഉള്ള ആൾക്കാർ എന്ന അർത്ഥത്തിലാണ് അത് എടുക്കുന്നത്. തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ് മീൻസ് ക്രിയേറ്റീവ് തിങ്കിങ് ഉള്ള പേഴ്സൺസ്, അങ്ങനെയുള്ള ആൾക്കാരെയാണ് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ, ബൈ ദ ടൈം ഹി റീച്ച്ഡ് ദ സ്റ്റേഷൻ ദ ഗാർഡ് ഡാർസ് ദ വിസിൽ. തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ സി ആണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ഉത്തരമായിട്ട് വരുന്നു. ഹാഡ് ബ്ലോൺ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഏത് വരുന്നു, ഹാഡ് ബ്ലോൺ അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഓപ്ഷൻ സി ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യമാണ് സിനോണിം ഫോർ ദ വേർഡ് എലക്വന്റ് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്ലുവന്റ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഏത് വരുന്നു, ഫ്ലുവന്റ് നമുക്ക് ഇവിടെ ഉത്തരമായിട്ട് വരുന്നു. ഓപ്ഷൻ സി നമുക്ക് ഇവിടെ ഉത്തരമായിട്ട് വരുന്നു. ഓപ്ഷൻ സി ആണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ, ഷീ ഗേവ് മീ ഡാഷ് ബുക്ക് ദാറ്റ് ഐ വാണ്ടഡ്. തന്നിരിക്കുന്ന ചോദ്യത്തില് ആർട്ടിക്കിൾ ഉപയോഗിക്കാനാണ്. നമുക്ക് സാധാരണ ബുക്കിന് മുന്നിൽ എ ആണ് ചേർക്കുന്നത്. പക്ഷേ ഒരു കാര്യം എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ദാ ചേർത്തിട്ട് പറയണം. അതുകൊണ്ട് ഇവിടെ ഉത്തരം ഏത് വരുന്നു, ദാ അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഷീ ഗേവ് മീ ദ ബുക്ക് ദാറ്റ് ഐ വാണ്ടഡ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അപ്പം നമ്മൾ നോക്കിയത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, കഴിഞ്ഞ 2024 LDCയിൽ ചോദിച്ച പരീക്ഷയിൽ ഇംഗ്ലീഷ് ചോദ്യങ്ങളും 70 ഇംഗ്ലീഷ് ചോദ്യങ്ങളും അതിന്റെ കാര്യങ്ങളും അല്ലെങ്കിൽ ആൻസേഴ്സും ആണ് നോക്കിയത്.